നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിഷേധം. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രതിഷേധം. പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു. ഓണാഘോഷവും 28ാം ഓണാഘോഷവും. ഓച്ചിറ ടൗണിൽ ഗതാഗത നിയന്ത്രണം. ഈ മാസം 25 മുതൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തും. വിവിധ കേന്ദ്രങ്ങളിൽ പാർക്കിംഗ് സൗകര്യമൊരുക്കും. ചവറ ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. C130 നമ്പർ അംഗനവാടിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. വിശദമായ വാർത്തകളിലേക്ക്. ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. ടൗണിൽ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു. ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കരുനാഗപ്പള്ളിയിൽ DYFI പ്രതിഷേധം സംഘടിപ്പിച്ചത്. ടൗണിൽ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് TR ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI സംസ്ഥാനത്തെമ്പാടും ഇന്നത്തെ ദിവസം പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് DYFI കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി ഇന്നിപ്പോൾ കരുനാഗപ്പള്ളി പട്ടണത്തിൽ അതിശക്തമായ പ്രകടനം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളം കണ്ടിട്ടില്ലാത്ത, കേരളത്തെ രാഷ്ട്രീയം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാലിന്യമാണ് രാഹുൽ മാങ്കൂട്ടം. ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് എന്താ അദ്ദേഹം പറഞ്ഞതെന്താ? ഒരു നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടില്ല തൻ്റെ രാജിക്കായി. തനിക്ക് സ്വമേധയാ തോന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള രാജിവെക്കുന്നത് എന്നുള്ള ആഭാസകരമായ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല അദ്ദേഹം രാജിവെക്കേണ്ടത്. ധാർമ്മികമായ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാട്ട് ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ഈ അവസരത്തിൽ DYFIക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 24 മണിക്കൂർ പിന്നിടുമ്പോൾ 2-3 സ്ത്രീകൾ തങ്ങളെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിച്ചു, തങ്ങളെ ഏതെല്ലാം രീതിയിൽ മാനസികമായും അല്ലാതെയുമുള്ള പീഡനങ്ങൾ നടത്തി എന്ന് പറയുകയാണ്. എന്തും ശുദ്ധ മര്യാദകേടാണ് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് MLAയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. BK ഹാഷിം അധ്യക്ഷത വഹിച്ചു. അബാദ് ഭാഷ, നിതീഷ്, S സന്ദീപ് ലാൽ, ഷിയാദ്, CB സുനീർ, മഹേശ്വർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറ ഗ്രാമപഞ്ചായത്ത് C130 നമ്പർ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. ചവറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണിക്കാവ് വാർഡിലാണ് അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത്. C130 നമ്പർ അംഗനവാടിക്കാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ നിർവഹിച്ചു. നമ്മൾ ഓരോ വർഷവും പുതിയതായിട്ട് ഏറ്റെടുക്കുന്ന പദ്ധതികളെക്കാൾ കൂടുതൽ സ്പിൽ ഓവർ പദ്ധതികൾ നിലനിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് സ്പിൽ ഓവറിന്റെ എണ്ണമൊക്കെ കുറച്ച് നമുക്ക് പ്ലാൻ ഫണ്ടും ജനറൽ ഫണ്ടും ഒക്കെ ആയിട്ട് അനുവദിച്ചു വരുന്ന തുകകൾ 100% ചിലവഴിക്കുന്ന ഘട്ടത്തിലേക്ക് പഞ്ചായത്തിന് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അതിന് ICDS ചവറ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിലകൊണ്ടു. പഞ്ചായത്ത് കമ്മിറ്റി കൂട്ടായിട്ട് അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയി. പഞ്ചായത്തിലെ ബാക്കി പൊതുവിലുള്ള എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ ലഭിച്ചു. അങ്ങനെയാണ് പല അംഗൻവാടികളും, ഈ പറഞ്ഞ അംഗൻവാടികൾ പലതും നേരത്തെ തുടങ്ങേണ്ടിയിരുന്ന അംഗൻവാടികൾ ഈ ഭരണകാലത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങളിൽ 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ കുട്ടികളുടെ സാമൂഹിക ജീവിതത്തിന് പുറത്തോട്ടുള്ള ആളുകളുമായിട്ട് പരിചയപ്പെട്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ.
ആ സമയം അവർ ചിലവഴിക്കുന്ന അംഗൻവാടികളില് എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് ഒരു പ്രാദേശിക സർക്കാർ എന്നുള്ള രീതിയിൽ പഞ്ചായത്തിന്റെ കടമയാണ് എന്ന് വിശ്വസിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സി വസന്തകുമാർ സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ നീതു ഷാരോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭിത നദീർ, പഞ്ചായത്ത് അംഗം വിനോദ, അംഗനവാടി അധ്യാപിക ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓണാഘോഷവും 28ാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഓച്ചിറ ടൗണിൽ ഗതാഗത നിയന്ത്രണം. ഈ മാസം 25-ാം തീയതി മുതൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനം. പാർക്കിംഗ് സൗകര്യം വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കും. ടൗണിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിച്ച് ഗതാഗത സൗകര്യം ഒരുക്കും. ഓണാഘോഷവും 28ാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഓച്ചിറ ടൗണിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ വകുപ്പുകളുടെ യോഗം ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേർന്നത്. ഈ മാസം 25 മുതൽ ഓച്ചിറയിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. കല്ലൂർമുക്ക്, വലിയകുളങ്ങര ജംഗ്ഷൻ, ചങ്ങൻകുളങ്ങര എന്നിവിടങ്ങളിൽ നിന്നും ബൈ റൂട്ടുകളിൽ നിന്നും വരുന്നവർക്ക് പാർക്കിംഗ് സംവിധാനവും ഒരുക്കും. വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിച്ച് ഗതാഗത സൗകര്യം സുഗമമാക്കാനും തീരുമാനമായി. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും വിശ്വസമുദ്രയുടെയും NHന്റെയും സംയുക്ത ആഭിമുഖ്യത്തില് വരുന്ന ഓണക്കാല തിരക്കൊഴിവാക്കുന്നതിന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് കൂടുകയുണ്ടായി. യോഗത്തിൽ വെച്ച് ഓച്ചിറയിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് NHന്റെ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായി നമുക്ക് വൺ വേ സൗകര്യം ഒരുക്കി തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 25-ാം തീയതിയോടുകൂടി തന്നെ നമ്മുടെ ഗതാഗത നിയന്ത്രണം, അതായത് ഗതാഗത നിയന്ത്രണ കുരുക്ക് ഒഴിവാക്കി തരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി, വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, RD പത്മകുമാർ, ലത്തീഫ ബീവി, ശ്രീലത പ്രകാശ്, അജുമൽ, ഗീത രാജു, മിനി പൊന്നൻ, മാളു സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലവും 28ാം ഓണക്കാലവുമായി ബന്ധപ്പെട്ട നിരന്തരമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ ജനത്തിരക്കും അപകടങ്ങളും ഉണ്ടാകുന്നത് ഭീഷണിയായി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓച്ചിറ പഞ്ചായത്ത് ഭരണസമിതി വളരെ അടിയന്തരമായി വിവിധ ഏജൻസികളുടെ കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും ഈ കമ്മിറ്റിയിൽ വെച്ച് തന്നെ ഏകദേശം 25-ാം തീയതി കൂടി തന്നെ ഓച്ചിറ ടൗണുമായി ബന്ധപ്പെട്ട വൺ വേ സംവിധാനം ആരംഭിക്കുമെന്നും അതുപോലെ തന്നെ കല്ലൂർമുക്ക്, വലിയകുളങ്ങര ചന്ത അങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിൽ പെട്ടെന്ന് തന്നെയുള്ള കുത്തനെയുള്ള കയറ്റങ്ങൾ മാറ്റി അവിടെ ലാൻഡിംഗ് സംവിധാനം സ്ഥാപിക്കുമെന്നും ഇവിടെ വെച്ച് ഏകദേശം ധാരണയായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഓണക്കാലം ഗതാഗത കുരുക്കില്ലാത്ത രീതിയിൽ വളരെ ക്രിയാത്മകമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുണ്ടാകുന്ന അറിയിക്കുക. വിവിധ വകുപ്പ് തല മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വാഹനപ്പെരുപ്പം, കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നീ സാഹചര്യങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ തുടരുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കുമണ്ണടി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ആദിച്ചനല്ലൂർ, നെടുമ്പന, പൂയപ്പള്ളി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ചാത്തന്നൂരിലേക്ക് എത്താനും ദേശീയപാത ഉപയോഗിക്കാനും എളുപ്പമാകും. സംസ്ഥാനത്തെ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേ ടൂറിസം പദ്ധതികൾക്കും സഹായകമാണ്. ഹൈവേയുടെ ഓരോ 50 കിലോമീറ്റർ ഇടവിട്ട് ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും കേന്ദ്രങ്ങൾ ഒരുക്കും. മലയോര ഹൈവേ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കുമണ്ണടി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഈ പഞ്ചായത്തിലാണ്. അപ്പൊ നമുക്ക് പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ഉദ്ഘാടനം വേണമെങ്കിൽ അപ്പുറത്ത് വെക്കാവുന്നതാണ് എന്നുള്ളത് ഞാനവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. ദീർഘകാലമായി ഒരു നാട് കാത്തിരുന്ന ഒരു പദ്ധതി സ്ഥലമേറ്റെടുക്കൽ നടപടിയടക്കം പൂർത്തിയാക്കി പ്രവൃത്തിയിലേക്ക് കടക്കുക. അതിന്റെ നാൾ വഴികളെ കുറിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് നേതൃത്വപരമായ പങ്കുവഹിച്ച MLA ശ്രീ ജയലാൽ ഇവിടെ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് കൊണ്ട് ആദിച്ചനല്ലൂർ, നെടുമ്പന, പൂയപ്പള്ളി പഞ്ചായത്തുകളിൽ ഉള്ള മനുഷ്യർക്ക് ചാത്തന്നൂരും അതുപോലെ ദേശീയപാതയിലേക്കും എത്താൻ എളുപ്പമായി ഈ പദ്ധതി മാറും എന്നുള്ളത് കൂടി ഇതിന്റെ പ്രത്യേകതയാണ്. പല പദ്ധതികളും നടക്കില്ല എന്ന് കരുതിയത് ഇപ്പോ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. വലിയ മാറ്റം പൊതുവേ നമ്മുടെ നാടുകളിൽ
ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ശ്രീകുമാർ, ആദിച്ചനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാചന്ദ്രൻ, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ്, ചാത്തന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് O മഹേശ്വരി, ആദിച്ചനല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷർ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കരുനാഗപ്പള്ളി പാവുമ്പ കാളിയൻചന്തയിൽ നിന്നും പിൻവലിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് തിരികെ മൂന്നാമതും കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി എക്സൈസ് CA ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ബെവ്കോ ഔട്ട്ലെറ്റിനെതിരെ രൂപം കൊണ്ട മദ്യവിരുദ്ധ ജനകീയ സമിതിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി പാവുമ്പ കാളിയൻചന്തയിൽ നിന്നും പിൻവലിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് തിരികെ മൂന്നാമതും കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. എക്സൈസ് CA ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വീണ്ടും സ്ഥാപനം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ബെവ്കോ ഔട്ട്ലെറ്റിനെതിരെ രൂപം കൊണ്ട മദ്യവിരുദ്ധ ജനകീയ സമിതിയിലെ അംഗങ്ങളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാളിയൻചന്ത മാർക്കറ്റ്, വിപണന കേന്ദ്രം, സ്കൂളുകൾ, ദേവാലയങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പാവുമ്പയുടെ ഹൃദയഭാഗത്ത് ഔട്ട്ലെറ്റ് വന്നാൽ സമാധാനം നഷ്ടപ്പെടും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വഴി നടക്കാൻ പോലും ആകില്ല എന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ മൂന്നാം ഘട്ട സമരത്തിലേക്ക് കടന്നത്. എക്സൈസ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് ട്വിങ്കിൾ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ അടിമകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. എല്ലാ ദിവസവും മയക്കുമരുന്ന് പിടിച്ച എന്ന് പറഞ്ഞാൽ LP സ്കൂളിലും UP സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബാഗിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തു, മദ്യം കണ്ടെടുത്തു നടക്കാനുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തരം മനസ്സ് മരവിപ്പിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജനവാസ സ്ഥലത്ത്, ജനവാസ കേന്ദ്രത്തിൽ ഒരു മദ്യശാല വീണ്ടും സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വലിയൊരു വിഭാഗം കുട്ടികളെ കുറ്റവാളികളാക്കുക എന്നുള്ളതാണ്. ആ വീടുകളിലെ എല്ലാം ഒരു സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പം അതുകൊണ്ട് സർക്കാർ നിർബന്ധമായിട്ട് ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥന. ജനകീയ സമരസമിതി രക്ഷാധികാരി പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. രണ്ടാം ഘട്ടം ഞങ്ങൾ ഇത് ക്യാൻസൽ ചെയ്തതാണ്. ക്യാൻസൽ ചെയ്ത് വീണ്ടും ഞങ്ങളെ മൂന്നാമത് വരുത്തുന്നതിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത്. അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത് ശ്രമം ഉപേക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത മാർഗം മുടങ്ങുന്നതാണ്. ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. ഞങ്ങൾ അയലത്ത് വീട്ടുകാരാണ് മാത്രമാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വരാൻ അസൗകര്യം ഉണ്ട്. എല്ലാവരും ജോലി പോകുന്നവരാണ്. അതുകൊണ്ടാണ് എല്ലാവരും എത്തുന്നതാണ്. ഇനി ഞങ്ങളെ വീണ്ടും ഒരു സമരത്തിലേക്ക് മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മായ സുരേഷ്, റെജീന, ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മി, രാജലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ഔട്ട്ലെറ്റ് കൊണ്ടുവരാനുള്ള ശ്രമം തുടർന്നാൽ അനിശ്ചിതകാല നിരാഹാര സമരം വരെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. റോഡിൽ കയറി വരുന്നതിൻ്റെ വഴിയുടെ വാതിലാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അത് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ വളരെ ഒരു മതിൻ്റെ വ്യത്യാസം മാത്രത്തിലാണ്. എന്നാൽ ഇത് വരുന്നത് കൊണ്ട് വളരെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമായിരിക്കും ഞങ്ങളുടെ. പിന്നെ എപ്പോഴും വീട്ടിൽ ആൾക്കാർ കാണണമെന്നില്ല. അതിന് ഒറ്റയ്ക്കായിരിക്കും ചില സമയങ്ങൾ. ഇത് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സംസ്ഥാനതല ജീവകാരുണ്യ സ്നേഹസംഗമം പത്തനാപുരം ഗാന്ധി ഭവനിൽ നടത്തി. മുൻ ഗവൺമെന്റ് സെക്രട്ടറി ഡോക്ടർ ബിജു പ്രഭാകർ, മേളം ചാരിറ്റി ഇന്റർനാഷണൽ ചെയർമാൻ പത്മശ്രീ കുര്യൻ ജോൺ മേളാമ്പറമ്പിലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെമ്പാടുമുള്ള കാരുണ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകരുടെ മഹാസംഗമത്തിന് പത്തനാപുരം ഗാന്ധി ഭവൻ വേദിയായി. ഗാന്ധി ഭവനിൽ നടന്ന ജീവകാരുണ്യ സ്നേഹസംഗമത്തിന്റെ ഉദ്ഘാടനം മുൻ ഗവൺമെന്റ് സെക്രട്ടറി ഡോക്ടർ ബിജു പ്രഭാകറും മേളം ചാരിറ്റി ഇന്റർനാഷണൽ ചെയർമാൻ കുര്യൻ ജോൺ മേളാമ്പറമ്പിലും ചേർന്ന് നിർവഹിച്ചു. അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു മഹാനാണെന്നോ അതൊന്നുമല്ല. ഞാൻ ഗവൺമെൻറ്റിൽ ഒരിക്കലും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല. പക്ഷേ ഗവൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ മാതാപിതാക്കളാണ്. ഇവിടെ ആരെന്ന് പറഞ്ഞ പോലെ ടീച്ചറായിരുന്നു. മദർ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ അച്ഛൻ വലിയൊരു രാഷ്ട്രീയ നേതാവും മന്ത്രിയൊക്കെ ആയ ആളാണ്. പക്ഷേ മദർ എപ്പോഴും പറയും, നമ്മുടെ താഴത്തെ നിലത്തേക്ക് താഴേക്കേ നോക്കാവുള്ളൂ, മുകളിലേക്ക് നോക്കരുത്. രോഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മാത്രമല്ല, അംഗനവാടി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും പരിചരിക്കുന്നതും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്നും ആ മേഖലയിലാണ് തന്റെ ഇനിയുള്ള സാമൂഹ്യ പ്രവർത്തനമെന്നും ഡോക്ടർ ബിജു പ്രഭാകർ പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനം തനിക്കൊരു അഭിനിവേശമാണെന്നും പ്രതിഫലേച്ഛ കൂടാതെ അത് ചെയ്യുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാകുന്നതെന്നും കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ
അഭിപ്രായപ്പെട്ടു. പുനലൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ കെ ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ സ്വാഗതം പറഞ്ഞു. പ്രവാസി ജീവകാരുണ്യ പ്രവർത്തക ഷിനു മാത്യൂസ്, കായംകുളം പ്രവാസി ചാരിറ്റി ചെയർമാൻ എബി ഷാഹുൽ ഹമീദ്, ഡോക്ടർ ഷാഹിദ കമാൽ, ജി ഭുവനചന്ദ്രൻ, ബി ശശികുമാർ, ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ, മുഹമ്മദ് ഷമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കലിൽ കോൺഗ്രസ് CPM സംഘർഷത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഷാനവാസ് കടയ്ക്കലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം. പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കവെയാണ് മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റത്. കടയ്ക്കലിൽ കോൺഗ്രസ് CPM സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കവെയാണ് മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റത്. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് കടയ്ക്കലിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കയ്യേറ്റം നടത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കാൻ CPM തയ്യാറാകണമെന്ന് പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ പ്രസിഡന്റ് P സനൽകുമാർ ആവശ്യപ്പെട്ടു. നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ ഈ അടിയന്തരമായി വന്ന അംഗങ്ങളെ ഉപയോഗിച്ച് നമ്മൾ ഇത്തരത്തിലൊരു യോഗം ചേരാനുള്ള സാഹചര്യം ഞാൻ വിവരിക്കാതെ തന്നെ നമ്മുടെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങേയറ്റം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ ഉള്ളത്. ഈ മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരം പ്രസംഗിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നവർ തന്നെ, അത്തരത്തിൽ പ്രസംഗിക്കുന്നവർ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വളരെ മോശമായ രീതിയിൽ അവരെ ആക്രമിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതുമായ ഒരു പ്രവണതയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. എല്ലായിടത്തുമില്ല, ചില പ്രദേശങ്ങളിൽ മാത്രം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കടയ്ക്കലിൽ കോൺഗ്രസും CPM പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു സംഭവമുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന വലിയൊരു സംഘർഷം, ഏതാണ്ട് 1 മണിക്കൂറോളം കടയ്ക്കൽ പ്രദേശത്തെ സംഘർഷഭരിതമാക്കി തീർത്ത ഒരു സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ, അതായത് നമ്മുടെ മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രാദേശിക ചാനലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരാണ് മറ്റ് ചാനലുകൾക്ക് ദൃശ്യങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്ട്രിങ്ങറും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ഷാനവാസിന് നേരെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി. അത് മറ്റാരുമല്ല, ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായത്. നമുക്കറിയാം, കടയ്ക്കൽ പോലുള്ളൊരു പ്രദേശത്ത് CPM എതിർദിശയിൽ വന്നാൽ ആർക്കും വാർത്ത ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതിനു മുമ്പും സമാനമായി മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണങ്ങൾ ഇവർ അഴിച്ചുവിട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തകർക്ക് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഇടങ്ങളിലെല്ലാം സ്വതന്ത്രമായി ആ ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതിനെ ഹനിക്കുന്ന രീതിയിൽ അത് ആരായാലും ശരി, ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ നമുക്കുള്ളത്. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവരോട് നമുക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി, പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CPM നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരക്കാരെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയും ഇത്തരക്കാരെ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്താൻ എന്നും മാധ്യമ പ്രവർത്തകരോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം. കാരണം ഞങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾ ഉണ്ടാകൂ എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലും ഒരു ബോധ്യം നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കി ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും സനൽകുമാർ പറഞ്ഞു. മേഖലാ സെക്രട്ടറി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ ട്രഷറർ ബിനു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദീപു, റിയാസ്, ബിനു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന BJPയുടെ നിലപാടുകൾക്കെതിരെ പ്രതിരോധം തീർക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട BJP ഭരണത്തിന്റെ ഗതികെട്ട നാൾവഴികൾ ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഉന്നതമായ ജനാധിപത്യ ബോധത്തെ തമസ്കരിക്കുവാനും കള്ളവോട്ടിലൂടെ ഭരണരംഗം പിടിച്ചെടുക്കാനുള്ള നരേന്ദ്രമോദിയുടെ സമീപനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട BJP ഭരണത്തിന്റെ ഗതികെട്ട നാൾവഴികൾ ഇന്ത്യയിലെ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ വന്നു അങ്ങനെ 3-4 പ്രാവശ്യം വരാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഇവിടെ നിശ്ചയിച്ച ഒരു പ്രധാനപ്പെട്ട പരിപാടി നമ്മളുടെ സമരസംഗമം, അതിൽ വരാൻ വേണ്ടി സാധിച്ചില്ല. അത് ഫർനാസ് വക്കീലിന്റെ മരണത്തെ തുടർന്ന് ആ മീറ്റിംഗ് മാറ്റിവെച്ച സാഹചര്യത്തിലാണ്. പിന്നീട് നമ്മള് ഓർഡർ പട്ടിക വർക്കിലേക്ക് കടന്നതുകൊണ്ട് ആ സമരസംഗമം ഇവിടെയും ആലപ്പുഴ ജില്ലയിലെയും ആ നിലയിൽ നടത്താൻ സാധിക്കില്ല. അതിന്റെ ഒരു കുടിശ്ശിക ഇവിടെ ബാക്കി നിൽക്കുകയാണ്. ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ
വയനാട് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു. ബത്തേരിയിൽ ചേർന്ന കോൺഗ്രസിന്റെ നേതൃയോഗം, ആ നേതൃയോഗത്തിന് കോൺക്ലേവ് എന്ന പേര് നൽകി ആ വയനാട് യോഗത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു മിഷൻ 2025 2025 കോൺഗ്രസ് പ്രവർത്തകരുടെ ദൗത്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ്, അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. കാരണം ഇത് തികച്ചും സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമുള്ള, രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയാത്ത ഒരു തുടർ സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അല്ലെങ്കിൽ പ്രസിഡന്റ് സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പോയാലും മതിയാവും. ഞാൻ പ്രസിഡന്റ് സംസാരിക്കുന്ന കൂടെ എടുത്തിട്ട് പോയാൽ മതി. ഞാൻ അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ, പഴകുളം മധു, MM നസീർ, KC രാജൻ, A ഷാനവാസ് ഖാൻ, S വിപിനചന്ദ്രൻ, N ഉണ്ണികൃഷ്ണൻ, എഴുകോൺ നാരായണൻ, ലീലാകൃഷ്ണൻ, AK ഹഫീസ്, K സുരേഷ് ബാബു, സൂരജ് രവി, P ജെർമിയാസ്, LK ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. കടക്കൽ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ CPM നടത്തിയ അക്രമത്തിൽ DCC നേതൃയോഗം പ്രതിഷേധ പ്രമേയവും പാസാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രതിഷേധം. പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു. ഓണാഘോഷവും 28ാം ഓണാഘോഷവും. ഓച്ചിറ ടൗണിൽ ഗതാഗത നിയന്ത്രണം. ഈ മാസം 25 മുതൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. വിവിധ കേന്ദ്രങ്ങളിൽ പാർക്കിംഗ് സൗകര്യമൊരുക്കും. ചവറ ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. C130 നമ്പർ അംഗനവാടിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.